നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ മാറ്റങ്ങളുടെ സൂചനകൾ ഉയർന്ന സാഹചര്യത്തിൽ പുതിയ ചർച്ചകൾ ശക്തമാവുകയാണ്. UDF മുന്നേറ്റവും തിരഞ്ഞെടുപ്പ് ഫലങ്ങളുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളും നടക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ കൂടുതൽ ചൂടുപിടിക്കുന്നത്. ഈ സാഹചര്യത്തിൽ VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള പ്രധാന സാധ്യതയായി ഉയർന്നു വരുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനം സൃഷ്ടിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വൻ വിജയത്തിനു പിന്നാലെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിൽ പോലും മുറവിളി ഉയരുകയാണ്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയവരും മുഖ്യമന്ത്രി കസേരയ്ക്കായി ചരടുവലികൾ നടത്തുന്ന സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത്. പടം നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യങ്ങളോടെ ഒരു വിഭാഗം UDF പ്രവർത്തകർ സോഷ്യൽ മീഡിയ പ്രചരണവും ഇതിനോടകം തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകരടക്കം ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പടം നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നെഴുതി സതീശനെ പിന്തുണയ്ക്കുന്ന ഫ്ലക്സ് വയനാട്ടിലടക്കം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രവർത്തകരെയും നേതാക്കളെയും അഭിനന്ദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് താഴെ സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പേരാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. ഇംഗ്ലീഷിലാണ് കമന്റുകൾ ഏറെ. രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും പോലെ ചെയ്യരുതെന്നും പാർട്ടി പ്രവർത്തകരുടെയും പൊതുജനത്തിന്റെയും മനസ്സ് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലും ചിലർ നടത്തിയിട്ടുണ്ട്. ഇതിനിടെ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പറവൂരിലെത്തിയ VD സതീശനെ കാണാൻ MLA-മാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി സതീശന് എറണാകുളത്ത് ആവേശോജ്വല സ്വീകരണമാണ് ലഭിച്ചത്. സർക്കാർ രൂപവൽക്കരണത്തിനുള്ള ഔദ്യോഗിക ചർച്ചകൾ തുടങ്ങിയെങ്കിലും ഘടകകക്ഷി നേതാക്കൾ VD സതീശനുമായി അനൌദ്യോഗിക ആശയവിനിമയം തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കൾ കഴിഞ്ഞ ദിവസം സതീശനുമായി ഫോണിൽ ബന്ധപ്പെട്ടു. കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ്, RSP നേതാവ് ഷിബു ബേബി ജോൺ, കേരള കോൺഗ്രസ് ജേക്കബ് നേതാവ് അനൂപ് ജേക്കബ്, CMB നേതാവ് CP ജോൺ എന്നിവരും സതീശനെ സന്ദർശിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിലെ തർക്കം മുറുകുന്നതിനിടെയാണ് ഘടകകക്ഷി നേതാക്കൾ സതീശനെ കണ്ടത്. ലീഗ് സതീശനെ പിന്തുണയ്ക്കുന്നെന്ന് പരോക്ഷമായി വ്യക്തമാക്കിയിരുന്നു. മറ്റു ഘടകകക്ഷികളും സതീശനോട് ആഭിമുഖ്യം പുലർത്തുന്നുവെന്നും സൂചനയുണ്ട്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമെന്ന നിലയിൽ ഘടകകക്ഷികൾ നേരിട്ട് മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിൽ ഇടപെടില്ല. കോൺഗ്രസ് യോജിച്ച് ആരെ തീരുമാനിച്ചാലും അംഗീകരിക്കാമെന്നാണ് നിലപാട്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കഴിഞ്ഞ കാലയളവിൽ സതീശൻ കൈകാര്യം ചെയ്ത വിഷയങ്ങളും സർക്കാരിനെതിരെ എടുത്ത നിലപാടുകളും അദ്ദേഹത്തെ ഒരു ശക്തമായ നേതാവായി ഉയർത്തിയെടുത്തു എന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. സഭയിൽ നടത്തിയ ഇടപെടലുകളും പൊതുജന പ്രശ്നങ്ങളിൽ എടുത്ത വ്യക്തമായ നിലപാടുകളും അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ കാണാനുള്ള സാധ്യതകൾ ശക്തമാക്കുന്നു. എന്നാൽ ഇതേ സാഹചര്യത്തിലാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ തുറന്നു കാണുന്നത്. ഒരു വിഭാഗം സതീശനെ മുഖ്യമന്ത്രിയായി ഉയർത്താൻ ശ്രമിക്കുമ്പോൾ മറ്റു ചിലർ വ്യത്യസ്ത നേതാക്കളെ മുന്നോട്ട് വയ്ക്കുന്നുവെന്ന വിലയിരുത്തലുകളും ഉയരുന്നു. ഇവിടെ പ്രധാനമായ പ്രശ്നം മറ്റൊന്നാണ്. സാധാരണയായി തിരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കു ശേഷം ഉയരുന്ന ഇത്തരം ചർച്ചകൾ ഇപ്പോൾ തന്നെ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്നതാണ് ശ്രദ്ധേയമായത്. ഇത് പാർട്ടിയുടെ ഐക്യത്തെ തന്നെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നു. സതീശന്റെ ഉയർച്ച ചിലർക്ക് പ്രതീക്ഷയായിരിക്കുമ്പോൾ മറ്റു ചിലർക്ക് അത് വെല്ലുവിളിയായി തോന്നുന്ന സാഹചര്യമാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയവും ഇതിനു പിന്നിലെ പ്രധാന ഘടകമാണ്. അതിനാൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചുറ്റിപ്പറ്റിയുള്ള ഈ ചർച്ചകൾ കൂടുതൽ കടുപ്പത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ UDF-ൽ നേതൃനിർണയം വലിയ വെല്ലുവിളിയായി മാറുകയാണ്. ജനങ്ങളുടെ പിന്തുണ നേടുന്നതിന് പുറമെ പാർട്ടിക്കുള്ളിലെ ഏകോപനവും ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. അതാണ് ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുള്ള പ്രധാന പരീക്ഷണം. ഇനി കാണേണ്ടത് ഈ ആഭ്യന്തര പൊട്ടിത്തെറി പാർട്ടിയെ ദുർബലമാക്കുമോ അല്ലെങ്കിൽ ഒരു ഏകോപിത നേതൃമുഖം മുന്നോട്ട് വെച്ച് വിജയത്തിലേക്ക് നയിക്കുമോ എന്നതാണ്. കാരണം രാഷ്ട്രീയത്തിൽ വിജയം മാത്രം മതിയാകില്ല. ആ വിജയത്തെ കൈകാര്യം ചെയ്യാനുള്ള ഐക്യമാണ് ഏറ്റവും വലിയ ശക്തി.